ഇല്ലോ ഇത് കണ്ട ആ വരുന്നു. ബൈ. ഹലോ, കഴിഞ്ഞ സാറ്റർഡേ ഞാൻ എടുത്തിട്ടുള്ള ഒരു മിനി വ്ളോഗാട്ടോ ഇത്. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ള ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ രാവിലെ തുണി വാഷ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ബെഡ്റൂമിൻ്റെ ബാക്ക് സൈഡിലാണ് വാഷിംഗ് മെഷീൻ, കിച്ചണിൻ്റെ അടുത്തല്ല. അപ്പോൾ എനിക്ക് രാവിലെ തുണി വാഷ് ചെയ്യാൻ ഇട്ടിട്ട് കിച്ചണിൽ പോകുന്നതാണ് കുറച്ചും കൂടി കൺവീനിയൻറ്റ്. അതാകുമ്പം അടുക്കളയിൽ നമ്മുടെ പണിയൊക്കെ തീർന്ന് വന്നിട്ട് വരുമ്പോഴത്തേക്കും തുണി റെഡി ആയിട്ടുണ്ടാവും വിരിക്കാൻ. അപ്പോഴത്തേക്ക് രാവിലെ സമയം 7 മണിക്ക് കഴിഞ്ഞു. എൻ്റെ മെയ്ഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് ബ്രഷ് ചെയ്യാണ്. ഞാനിവിടെ നിന്നാണ് ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഫ്രൈഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ നമ്മളൊരു മൂവിയൊക്കെ കണ്ടിട്ടാണ് കിടന്നത്. കുറച്ച് ലേറ്റായത് കാരണം ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറഞ്ഞ ഫിലിം ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ കണ്ടു കിടന്നപ്പോഴത്തേക്കും ലേറ്റായി. എണ്ണിക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടെങ്കിലും എണ്ണിച്ചല്ലേ പറ്റൂ. അപ്പോൾ എൻ്റെ പുറകെ എൻ്റെ പൂച്ചക്കുട്ടി എണ്ണിക്കും. വീക്ക് ഡേയ്സ് പിന്നെ അവൻ കുറച്ച് നേരം കൂടി ഉറങ്ങാറില്ലേ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. വീക്കെൻഡ് ആകുമ്പോൾ എൻ്റെ കൂടെ ചിലപ്പോൾ എനിക്ക് മുന്നേ എണ്ണിച്ചിരിക്കും. അപ്പോൾ എണ്ണിച്ചതിൻ്റെ ഒരു ചിണുക്കുവാണ് അതൊക്കെ. പിന്നെ പാലൊക്കെ കൊടുത്ത് ഫ്രഷ് ആക്കി ആകുമ്പോഴത്തേക്കും അവൻ റെഡിയാവും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പതുക്കെയാണ് ഞാൻ കിച്ചണിൽ കയറിയത്. കാരണം ധൃതി പിടിച്ചിട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും തലേന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കിച്ചൺ വന്നിങ്ങനെ നോക്കി നിർവൃതി അടയിലാണ് എൻ്റെ ഒരു മെയിൻ സാധനം. ഞാനത് എന്നും ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളൊരിതാണ്, മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിങ്ങനെ തുറന്ന് നോക്കും. മാവ് പൊങ്ങിയിട്ടുണ്ടെന്ന് കാണുമ്പം അത് വേറൊരു സന്തോഷം. കുറച്ച് പേർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ അരയ്ക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു 3-4 ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും അല്ലെങ്കിൽ ഡിന്നർ എന്തുണ്ടാക്കും എന്നുള്ളതിൻ്റെ ഉള്ളൊരു ഉത്തരമാണ് കാണുന്നത്. ഇഡ്ഡലിയാണ് അപ്പോൾ എന്തായാലും താരം. അതിന് കൂട്ട് സാമ്പാറാണ്. അതിന് വേണ്ടിയിട്ടുള്ള പുളി ഞാൻ നനയാനായിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെക്കാണ്. പിന്നെ പരിപ്പ് വേവിക്കണം. ഈ സാമ്പാറിൻ്റെ കാര്യം പറയുമ്പോഴേ എത്ര കുറച്ച് പരിപ്പും പച്ചക്കറിയൊക്കെ ഇട്ട് വേവിച്ചാലും അവസാനം ഇത് ഉണ്ടാക്കി വരുമ്പോൾ സമൂഹ സദ്യക്ക് വിളമ്പാവുന്ന അത്രയും കാണും. അതിപ്പോൾ എനിക്ക് മാത്രമാണോ എല്ലാവർക്കും അങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി എൻ്റെതൊന്നും അല്ല കേട്ടോ. ഇത് യൂട്യൂബ് ചാനലിൽ തന്നെ ലക്ഷ്മി നാരായണ വ്ളോഗ്സ് പറഞ്ഞ ചാനലിൽ ടിഫിൻ സാമ്പാർ, ആ റെസിപ്പി അതേപടി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയ ചെറിയ നമ്മുടേതായ രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്തില്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മേജർ റെസിപ്പി അത് തന്നെയാണ്. പിന്നെ മെയിൻ ഡിഫറൻസ് എന്ന് പറയാനുള്ളത്, ഞാൻ പരിപ്പ് വേവിച്ചിട്ടാണ് പച്ചക്കറികൾ ചേർക്കുന്നത്. എനിക്കിങ്ങനെ പരിപ്പ് ഇങ്ങനെ മുത്തായിട്ട് കാണാൻ കിടക്കുന്നത് ഇഷ്ടമല്ല. നന്നായിട്ട് കുഴയണം. ആ റെസിപ്പിയിൽ എനിക്ക് തോന്നുന്നു പരിപ്പും പച്ചക്കറിയും ഒന്നിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പരിപ്പ് ആദ്യം വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചൊരു 3-4 വിസിലടിക്കുമ്പോഴത്തേക്കും അത് റെഡി ആയിക്കോളും. ഇതിപ്പം മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ്, എണ്ണ അത്രയൊക്കെയാണ് ചേർത്തത്. വെള്ളം ഒഴിച്ചിട്ടങ്ങ് വേവിച്ചു. പിന്നെ പോയി ചെയ്യാനുള്ള പണി മോട്ടർ ഓൺ ചെയ്യലാണ്. ഇത് സാത്ത് എണ്ണിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാലേ അടുത്ത പഞ്ചായത്ത് വരെ സൗണ്ട് കേൾക്കും. ഭയങ്കര സൗണ്ടാണ് ഇതിന്. അപ്പോൾ അവൻ എണ്ണിക്കുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ മോട്ടർ ഓൺ ചെയ്തത്. പിന്നെ നമുക്ക് പോയിട്ട് പാലെടുക്കാം. പാല് ഗേറ്റിൻ്റെ അവിടെ ഒരു ബാഗുണ്ട്, അവിടെ ഇട്ടിട്ട് പോയി കാണും. വെളുപ്പിനൊന്നും ഇടത്തില്ല. 7 മണി 8 മണി ആ സമയത്തൊക്കെയാണ് പാല് വരുന്നത്. ചിലപ്പോൾ വരാറുമില്ല. അപ്പോൾ എന്തായാലും കൊണ്ടിടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വെച്ച് കൈയോടെ അങ്ങ് എടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകും, അതവിടെ ഇരുന്ന് പോവും. അപ്പോൾ എന്തായാലും പാല് കൊണ്ടുവച്ചു. പരിപ്പ് വന്ന ശേഷം നമുക്ക് പാല് തിളപ്പിക്കാം. അപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാവേ. അതെ, ആ സൈക്കിളല്ല, അതിന് തൊട്ടടുത്തിരിക്കുന്ന പെട്ടി കണ്ടോ, ഇത് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട പെട്ടിയാട്ടോ. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത് ഡെലിവർ ആയത്. അപ്പോൾ സാധു കണ്ടിട്ടില്ല. ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും അവനാണെന്ന് എനിക്കറിയാം. എനിക്ക് വല്ല തിന്നാനും കുടിക്കാനൊക്കെ വെച്ചിട്ടുണ്ടാവുമായിരിക്കും. ആ പെട്ടി ഞാൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കലാപരിപാടിയിലേക്ക് പോകണേ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചു. പച്ചക്കറി എന്ന് പറയാനൊന്നുമില്ല, മത്തങ്ങ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി, പച്ചമുളക്, ഇത്രയേ ഉള്ളൂ. വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക അതൊക്കെ ചേർക്കാം. ഞാൻ പിന്നെ പൊതുവെ ഒന്നും ചേർക്കാറില്ല, കാരണം ചേർത്താലും നമ്മൾ ഒഴിവാക്കും. പിന്നെന്തിനാ പാകത്തിന് ഇട്ട് വെറുതെ ഇങ്ങനെ സാമ്പാറിലിട്ട് വേവിച്ചെടുക്കുന്നത്. ഈ ഇടുന്ന കഷ്ണങ്ങളൊക്കെ പിന്നെയും വെന്തുടഞ്ഞ് വരും. നമ്മൾ കഴിക്കുമ്പോൾ അകത്ത് പോകും. മറ്റേതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുവാണെങ്കിൽ അവർക്കായിട്ടൊക്കെ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് സാമ്പാറിൽ കാണിക്കും. അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചെറിയുള്ളിയും ചേർക്കാറില്ല. ചേർക്കുന്ന ടേസ്റ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ പൊളിക്കാൻ പാടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാള തന്നെയാണ് ഇടുന്നത്. വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ പൊടികളിലേക്ക് കിടക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാ പൊടിയും ഞാൻ ചേർക്കും കേട്ടോ. എന്ന് വെച്ചാൽ സാമ്പാർ പൊടി ഇട്ടാണ് വേവിക്കുന്നതെങ്കിലും അത് മാത്രം ചേർക്കുമ്പം ഒരു വികാരമില്ലാത്ത സാമ്പാറല്ലേ എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പൊടികളും കുറച്ചിട്ടിട്ട് പിന്നെ സാമ്പാർ പൊടി കുറേ ഇടും. പൊടികളുടെ കണക്കായിട്ടൊന്നും പറയുന്നില്ല, കാരണം നമ്മുടെ ഒരു ടേസ്റ്റ് നമുക്കറിയാമല്ലോ. ഏത് പൊടി കൂടുതലിടണം കുറവിടണം അങ്ങനെയാണ് ഞാൻ ചേർക്കുന്നത്. അളവായിട്ടൊന്നും പറയാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പൊടികളൊക്കെ ഇട്ടു. പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചു. പിന്നെ നമുക്ക് വെള്ളം, സാമ്പാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. പിന്നെ ഉപ്പിട്ടിട്ട് കുക്കർ അടച്ച് 1 വിസിലും കൂടി വെച്ച് കഴിഞ്ഞാൽ റെഡി.
അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ അടുപ്പിൽ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചു. കോഫിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സാറ്റർഡേ എടുത്തിട്ടുള്ള വ്ളോഗാണെങ്കിലും ഞാൻ ഇന്ന് ട്യൂസ്ഡേ ഇന്നാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം എന്തായാലും ഞാനിങ്ങനെ നോക്കുകയാണ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. സോ കോഫി ഇട്ടു. വീക്കെൻഡ് ആകുമ്പം ഉള്ളൊരു കുട്ടി കുട്ടി സന്തോഷങ്ങളൊന്നാണ് രാവിലെ പോയിട്ട് ഹാളിലിരുന്ന് സമാധാനമായിട്ട് കോഫി കുടിക്കുക എന്നുള്ളത്, ഫോണൊക്കെ നോക്കി. വീക്ക് ഡേയ്സ് ആകുമ്പോൾ പിന്നെ ചായയും കാപ്പിയും കുടിച്ചു എന്ന് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല, അമ്മാതിരി തിരക്കായിരിക്കും. കിച്ചണിൽ നിന്ന് തന്നെ ഞാൻ ചായ കുടിക്കാറ് വീക്ക് ഡേയ്സിൽ. ഇതൊക്കെ ഒരു കുട്ടി കുട്ടി പേർക്സ് അല്ലേ നമ്മുടെ വീക്കെൻഡിൻ്റെ. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്കും സാമ്പാർ റെഡിയായി. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില വാരി തട്ടി, കുറച്ച് ശർക്കര ചേർക്കും. പഞ്ചസാര ചേർത്താലും മതി, കുറച്ച് മധുരമൊന്നും തോന്നത്തില്ല. പക്ഷേ ഇത് ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് എൻഹാൻസ് ആയി. ഒരു 1/4 ടീസ്പൂണൊക്കെ ഞാൻ ചേർക്കുള്ളൂ, അതിൽ കൂടുതൽ ചേർക്കാറില്ല. ചേർത്തില്ലെങ്കിൽ ടേസ്റ്റ് കുറവല്ലേ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് താളിച്ച് വെച്ചു. അതൊക്കെ എല്ലാവരും ചെയ്യുന്ന താളിപ്പൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സാമ്പാർ റെഡിയായി. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടാം. എനിക്ക് ഓരോ പണി കഴിയുമ്പോൾ ഇങ്ങനെ തുടച്ചിട്ട് കഴിയുമ്പം ഒരു നല്ല സുഖമുള്ള ഫീലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതെല്ലാം തുടച്ചിട്ടിട്ട് കുറച്ച് നേരം പോയി ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അടുത്തിരിക്കുകയാണെന്നേ ഉള്ളൂ. കണ്ണും മൂക്കും വായും ചെവിയും ഒക്കെ ടി വിക്കകത്താണ്. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് ഞാൻ ടി വിയൊക്കെ കണ്ടു. പിന്നെ ഞാൻ തുണി വിരിക്കാനായിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ എൻ്റെ ഒരുവിധം എല്ലാ ഡേയ്സും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വീക്ക് ഡേയ്സ് ആകുമ്പോൾ ഇതിനകത്ത് കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കുന്നേ ഉള്ളൂ. ഒരു ഓട്ടമായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. വീക്കെൻഡ് ആകുമ്പം ആസ് ഐ സൈഡ് ഒരു റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഇവിടെ ഇപ്പോൾ ഒരു മൂടിക്കെട്ടി കാലാവസ്ഥയാണ് കേട്ടോ. നാട്ടിലും അങ്ങനെയാണെന്ന് അറിയാം. നാട്ടിൽ പിന്നെ ഭയങ്കര മഴയില്ല, ഇവിടെ മഴയായിട്ടില്ല, പക്ഷേ എപ്പോഴും ഒരു മൂടിക്കെട്ടിയ അവസ്ഥയാണ്. അതെൻ്റെ വീഡിയോസിലും കാണാനുണ്ട്. ഭയങ്കര ഇരുട്ടാണ്, ഒരു മൂകതയാണ് എപ്പോഴും. അപ്പം എന്തായാലും തുണിയൊക്കെ വാഷ് ചെയ്തിട്ട്, മോൻ്റെ തുണിയായിരുന്നു വാഷ് ചെയ്തത്. പിന്നെ കിച്ചൺ ടവൽ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അത് ഞാൻ കൈകൊണ്ട് വാഷ് ചെയ്തിട്ടിട്ട് അങ്ങനെ രമണൻ്റെ അലക്ക് കഴിഞ്ഞാണൊക്കെ എൻ്റെ അലക്ക് കഴിഞ്ഞ് ഞാൻ അടുത്ത പണിയിലേക്ക് പോവാണ്. ഇഡ്ഡലി ഉണ്ടാക്കണം. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് സാത്തിനെ കുളിപ്പിക്കാൻ പോകുന്നത്. അതാകുമ്പോൾ അവൻ കുളിച്ച് വരുമ്പം ഫ്രഷ് ആയിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം. അങ്ങനെ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചു. നമുക്ക് 3 പേർക്കും കഴിക്കാനായിട്ട് ഞാൻ 10 ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്, 2 തട്ടിലായിട്ട്. ഒരെണ്ണത്തിൽ 7 എണ്ണം കിട്ടും. അപ്പോൾ എന്തായാലും ഇഡ്ഡലിയൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ സിമ്മിൽ വെച്ചിട്ട് കുളിപ്പിക്കാൻ പോകും. അപ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ആയിട്ട് ഇഡ്ഡലി റെഡിയായി. നല്ല ഇഡ്ഡലി കേട്ടോ, എൻ്റേതായതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയല്ല, നല്ല ഇഡ്ഡലിയാണ്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി ദോശ ബാറ്ററിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അവനുള്ള ഇഡ്ഡലി എടുക്കുകയാണ്. അത് പിന്നെ എല്ലാവരും അങ്ങനെയല്ലേ, മക്കൾക്ക് കൊടുത്തിട്ടല്ലേ കഴിക്കുള്ളൂ. ഞാനും അവന് കൊടുക്കുകയാണ്. അപ്പോൾ അന്ന് അവൻ 2.5 ഇഡ്ഡലിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ 3 ഇഡ്ഡലി എടുത്ത് വെക്കും, അവൻ കഴിച്ചിട്ട് അതേ പ്ലേറ്റ് പിന്നെ ഞങ്ങൾ 2 പേരും അങ്ങ് കഴിച്ചു. ഞാൻ കഴിച്ചതൊന്നും അങ്ങനെ റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല വീഡിയോ. അപ്പം എനിക്ക് പിന്നെ നമുക്ക് 2 പേർക്കും സാമ്പാർ ഇങ്ങനെ ഇഡ്ഡലിയിൽ ഇങ്ങനെ മുങ്ങി നിവർന്ന് കിടക്കണം, അതിലിങ്ങനെ കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ്. കൊച്ചിന് പിന്നെ സൈഡിൽ വെക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തോട്ടോ ശ്രദ്ധിക്കുന്ന ഒരു കെട്ടും നെയ്യാണ് ഞാൻ വാരി ഒഴിച്ചിരിക്കുന്നത്. നല്ല കൂടുതലാട്ടോ, ഇത് കുഴപ്പമില്ല. ഇനിയിപ്പം എന്ത് ചെയ്യാനാ, വെച്ച് പോയില്ലേ. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് അവൻ്റെ സൈഡിൽ സാമ്പാർ വെച്ചു. ചിലപ്പോൾ അവൻ സാമ്പാർ തൊട്ട് താന്നൊക്കെ പറയും, ചിലപ്പം വേണ്ടാന്ന് പറഞ്ഞ് വെറും ഇഡ്ഡലി കഴിക്കും. എന്തായാലും അവൻ കഴിച്ചു, ഞങ്ങളും കഴിച്ചു. ഞാൻ പറഞ്ഞ അത് റെക്കോർഡൊന്നും ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ അടുത്ത പണിയിലേക്ക് പോവാണ്. നമ്മുടെ മാവ് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ചെറിയ പാത്രത്തിലുള്ളത് ഞാൻ അതേപടി വെക്കും. വലിയ പാത്രത്തിലുള്ളത് ഒന്ന് നമ്മൾ തവിയിട്ട് ഇളക്കുമ്പം ഒന്ന് താഴുമല്ലോ മാവ്. എന്നിട്ട് ഈ ഒരു കുട്ടി പാത്രത്തിലാക്കിയിട്ട് ഞാൻ പിന്നെ വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. വീണ്ടും അല്ല, ഇനിയാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കിച്ചൺ ഒന്നും കൂടി തുടക്കി. ഈ തുടപ്പ് തന്നെയാണ് സത്യം പറഞ്ഞാൽ മെയിൻ. കുക്കിങ്ങിനെക്കാട്ടിലും ഞാൻ തുടപ്പാണ് കൂടുതൽ. പക്ഷേ തുടച്ചിടാതെ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. ആദ്യം ഒരു സെറ്റ് ഫുഡ് ഉണ്ടാക്കിയോ പിന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എനിക്ക് അടുത്തുണ്ടാക്കാൻ പറ്റുള്ളൂ. ചിലപ്പം ഈ അടുപ്പിലുള്ളപ്പോൾ തന്നെ ഞാൻ സൈഡിൽ കൂടിയൊക്കെ ആവി തട്ടിയാലും തുടച്ചുകൊണ്ടിരിക്കും. അത് എനിക്ക് തോന്നുന്നത് ഓരോരുത്തരുടെ കൺവീനിയൻസ് ആണ്. ചിലർക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് തുടച്ചാൽ മതി എന്നുള്ളതായിരിക്കും, ഒറ്റ അടിക്കും. എനിക്ക് ഓരോ പ്രാവശ്യം തുടയ്ക്കണം. പിന്നെ എന്തായാലും ഇനി വലിയ പണിയായിട്ടൊന്നുമില്ല. ചോറ് വെക്കണം കുക്കറിൽ, പിന്നെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് വെക്കണം, പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കി പപ്പടം കാച്ചി കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഉടനെയും ഞാൻ ഇനി കുക്ക് ചെയ്യത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കിച്ചണിൽ കയറുന്നുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് തുടച്ചിട്ടേക്കാം, അതാകുമ്പോൾ നമുക്ക് തിരിച്ച് കയറുമ്പം ഒരു സമാധാനമായിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. സമാധാനത്തെക്കാളും സ്പീഡായിട്ട് ചെയ്യാം, അതാണ് കാര്യം. അപ്പോൾ ഇനി നമുക്ക് പോയി പെട്ടി പൊട്ടിക്കാം. ഈ പെട്ടി ഇന്നലെ വന്ന് സാത്തു കണ്ടില്ല, ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പെട്ടി കെട്ടി വെച്ചിരിക്കുന്നത് വീട്ടിൽ തുണി വിരിച്ചുകൊണ്ടിരുന്ന ആയാണ്. അപ്പോൾ അമ്മ എന്നെ വിളിച്ച് പറയുകയാണ്, ഈ ആയ എനിക്ക് പൊട്ടിച്ച് കളയരുത് കേട്ടോ, തുണി വിരിക്കാൻ യൂസ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് എൻ്റെ അമ്മയ്ക്ക് തുണി അലക്കലും വിരിക്കലിൻ്റെ ഒരു കിറുക്കുണ്ട്. അപ്പോൾ അതിന് വല്ല അവാർഡ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് നാഷണൽ അവാർഡ് തന്നെ കിട്ടും. എനിക്കൊരു ഡിസ്ട്രിക്ട് ലെവൽ അവാർഡൊക്കെ
കിട്ടുമായിരിക്കും. അപ്പോൾ എന്നാലും പെട്ടി പൊട്ടിക്കപ്പാന്ന് പറഞ്ഞ് സിസേഴ്സൊക്കെ കൊണ്ട് കൊടുത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ തുള്ളിച്ചാടുകയാണ് എൻ്റെ മകൻ. ഇനി ഈ പെട്ടിക്കകത്ത് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. കുറച്ചൊക്കെ എനിക്കറിയാം, കുറച്ചൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും പൊട്ടിച്ചു. പിന്നെ പെട്ടി പൊട്ടിക്കുന്ന കാര്യത്തിൽ ഞാനും എൻ്റെ മോനും ഫ്രണ്ട് ലൈനിലാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പെട്ടി പൊട്ടിക്കൽ ചടങ്ങ്. അപ്പോൾ ദേ ഒരു വലിയ പെട്ടിയായിരുന്നു കേട്ടോ, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ദേ ആദ്യമേ ഒരു പില്ലോ, പിന്നെ ഈ സാധനത്തിന് വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുട ഇത് ഞാൻ വീഡിയോ കോളിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പോപ്പിയുടെ കുടയാണ്, നല്ല കുടയല്ലേ, കാറിൻ്റെയൊക്കെ പല പല ടൈപ്പ് കാറുള്ള നല്ല അടിപൊളി കുട. ഞാൻ വിചാരിച്ചു അവനും ഇത് കാണുമ്പോൾ എക്സൈറ്റഡ് ആവുന്നു, പക്ഷേ അവനെ എക്സൈറ്റഡ് ആക്കിയത് ആ ട്രക്കായിരുന്നു. അത് പുതിയ ട്രക്കൊന്നുമല്ല, അവൻ ഓൾറെഡി വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ട്രക്ക് തന്നെയാണ്. പിന്നെ ദേ ഒരു വലിയ നീളൻ കമ്പിത്തിരി. എനിക്കൊന്ന് പിള്ളേരങ്ങനെയല്ലേ, അവർക്ക് പുതിയ സാധനം തന്നെ വേണമെന്നില്ല, അവർ കളിച്ച് മറന്നുപോയ പഴയ സാധനങ്ങൾ മതി അവർ എക്സൈറ്റഡ് ആക്കാൻ. പിന്നെ ദേ വേറൊരു വലിയ കാറ്. ഇപ്രാവശ്യം പക്ഷേ കൂടുതലും സ്റ്റേഷനറി സാധനമാണ്. അത് ഇവൻ സ്കൂളിൽ പോയി തുടങ്ങിയെന്ന് പ്രമാണിച്ചാട്ടോ. പിന്നെ സ്റ്റേഷനറിയുടെ കാര്യം പറയുമ്പം എനിക്ക് ഗ്രോസറി ഷോപ്പിങ്ങാണ് ഒരു കിറുക്കെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക് തുണിയിലൊക്കെയാണെങ്കിൽ എൻ്റെ ഡാഡിക്ക് സ്റ്റേഷനറി ഷോപ്പിങ്ങാണ് ഒരു കിറുക്ക്. ആൾ ചുമ്മാ നിന്ന് ഇപ്പോൾ ഒരു പേനയൊക്കെ ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവും. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റേഷനറിയാണ് ഡാഡിയുടെ ഒരു ഇഷ്ടമേഖല ഷോപ്പിങ്ങിന്. അപ്പോൾ ദേ വാട്ടർ കളേഴ്സാണ്. അവൻ വാട്ടർ കളർ ചെയ്യാറുണ്ടെന്നൊക്കെ നമ്മൾ വീഡിയോ കോളിൽ പറയുമ്പം, ഫോണിൽ പറയുമ്പോഴും, പിന്നെ സ്കൂളിൽ കളർ ചെയ്യുന്ന ഫോട്ടോസൊക്കെ അയക്കുമ്പോഴും അത് കണ്ടിട്ടാട്ടോ അവർ ഓരോന്നും മേടിച്ചിരിക്കുന്നത്. 2-3 ടൈപ്പ് വാട്ടർ കളർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു വെജിറ്റബിൾ പസിൽ, പിന്നെ ഒരു കളേഴ്സ് ആൻഡ് ഷേപ്സിൻ്റെ പസിൽ, അങ്ങനത്തെ 2-3 പസിൽസ് ഉണ്ടായിരുന്നു. ഇതിൽ 1-2 പഴയതും 1-2 പുതിയതും. വെച്ചാൽ ഓൾറെഡി അവൻ അവിടെ കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെയായിരുന്നു. അവനവിടെ തകൃതിയായിട്ടുള്ള കളിയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങളൊന്നും എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. കളറിംഗ് ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ സുപ്രീമിലൊരു റൈസൻ കുക്കീസ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കഴിച്ചിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ദേ ഈ പെൻസിൽ ബോക്സ് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പം പിന്നെ അത് കൂടാതെ സ്കൂൾ ബസ്സിൻ്റെ ഷേപ്പിൽ വേറൊരു പെൻസിൽ ബോക്സ്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. 2 പെൻസിൽ ബോക്സ്. ഈ പെൻസിൽ ബോക്സും ഒന്നും ഞാൻ അവനെ അധികം ഫോക്കസ് ചെയ്ത് കാണിപ്പിച്ചില്ല, കാരണം ഇപ്പോഴേ അത് പൊട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടോ കേട്ടോ. പിന്നെ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് ഉണ്ട്. നാൻഗ്രോ പിന്നെ സ്ഥിരമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കൂടെ വരും കേട്ടോ പെട്ടി. അപ്പം അതിൽ സ്ഥിരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നാൻഗ്രോ ഒക്കെ. പിന്നെ ഒരു വാൻ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കെട്ട് ന്യൂസ് പേപ്പർ. നമ്മളിവിടെ ന്യൂസ് പേപ്പർ വരുത്തിക്കത്തില്ല, അപ്പോൾ എനിക്ക് ന്യൂസ് പേപ്പർ ആവശ്യമാണ്. നമ്മുടെ എന്താ പറയുന്നത്, പീരിയഡ്സിൻ്റെ സമയത്ത് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ബാൻഡേഡിൻ്റെ ടേപ്പ് എന്തൊക്കെയോ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ബൈക്ക് ഉണ്ടായിരുന്നു. ഇതും അവൻ വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ബൈക്കാണ്. അത് അവൻ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. മറ്റേ നാഗവല്ലിയുടെ ആഭരണങ്ങൾ നോക്കുന്ന കണക്കായിരുന്നു. ഞാൻ പെട്ടിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും എന്തൊക്കെയാണ്. ഈ പാത്രത്തിനകത്തുള്ളത്, ഈ ബോക്സിനകത്തുള്ളത് അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട മുറുക്കാട്ടോ. സാത്തുവിന് മുറുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അമ്മ മുറുക്ക് സെയിൽ ചെയ്യും, ചെറിയ രീതിയിലൊക്കെ സെയിൽ ചെയ്യും. അപ്പോൾ ഇത് അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ്. പാവം ഒരു 19 മുറുക്കെങ്കിലും അതിനകത്ത് കാണും. അവനായിട്ട് ചെയ്ത് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അതവിടെ വെച്ചു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ കവർ പൊട്ടിച്ചപ്പോൾ ഞാനൊന്ന് ഞെട്ടി കേട്ടോ, കാരണം ഇതിനകത്ത് പേപ്പർ പ്ലേറ്റും നമ്മുടെ സ്പൂണും ഒക്കെ ആയിരുന്നേ. അവൻ്റെ 2nd ബർത്ത്ഡേ നമ്മൾ നാട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിന് തീം മാശാന്തി പേരായിരുന്നു. അപ്പോൾ മാഷ കുറച്ച് സ്റ്റിക്കേഴ്സ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ കൊടുത്തു വിട്ടിരിക്കുമായിരുന്നു. ഇവിടെ ആണെങ്കിൽ അവൻ കളിക്കുമല്ലോ, അവിടെ എന്തിനാന്ന് പറയും. ഇവിടെയും കളിക്കാനൊന്നും പോകുന്നില്ല, ഈ കാണുന്ന ആവശ്യമൊക്കെ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കും. എന്തായാലും ഞാൻ അവൻ്റെ അടുത്ത് കൊടുത്തു. അപ്പോൾ അവനത് എടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിലത്തിട്ടിട്ട് പോയി. പിന്നെ പേപ്പർ പ്ലേറ്റും കപ്പൊക്കെ ഇവിടെ ഉപയോഗിക്കാമല്ലോ എന്നും പറഞ്ഞ് എല്ലാം ഇങ്ങനെ കൊടുത്തു വിടുന്നതാണ് കേട്ടോ. ഈ സാധനം തമിഴ്നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട കാരസേവ് ഇല്ലേ, നമ്മുടെ കാരസേവ്, എരിവുള്ള സേവ്, അതാണ് ഈ പാക്കറ്റിനകത്തുള്ളത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇനി അങ്ങോട്ട് കുറച്ച് തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. തിന്നാനുള്ള ചിപ്സും പിന്നെ നമ്മുടെ തട്ടയും അതൊക്കെയാണ് ഈ മഞ്ഞ കവറിനകത്തുണ്ടായിരുന്നത്. ഇത് കൂടാതെ പിന്നെ അവർ കൊടുത്തു വിട്ടിരുന്നത് ആമസോണിൽ തന്നെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. കണ്ട കുടയൊക്കെ പിടിച്ചിട്ട് ആൾ ഭയങ്കര എക്സൈറ്റഡ്. ഇപ്പോഴാണ് ഈ കുട ശ്രദ്ധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് വെച്ചിട്ടുള്ള ഷോ ആയിരുന്നു. പിന്നെ ഈ ചിപ്സും പപ്പടം ചേർന്ന് വെച്ചാൽ തട്ട നമുക്ക് കഴിക്കാനാണ്. ഈ ചിപ്സ് ഓഫീസിലേക്ക് കൊടുക്കാനായിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പം ചെറു ഓഫീസിലേക്ക് ഇങ്ങനെ സ്നാക്സ് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തു വിട്ടത്. പിന്നെ ഉള്ളത് ഈ പെട്ടിയാണ്. ഇത് ആമസോണിൽ നിന്ന് അവർ ഓർഡർ ചെയ്തതാണ്. ഇതിനകത്തുള്ള ഈ 2 കാറ് അല്ലാതെ മേടിച്ചതാണ്. പിന്നെ ഇവൻ്റെ കാറുകളൊക്കെ സ്പോൺസർ ചെയ്യുന്നത് എൻ്റെ ഡാഡിയാണ്. ഇവൻ ഇരുന്ന് പോകുന്ന കാറ് തൊട്ട് ഈ കുട്ടി കാറ് വരെ ഒന്നും ഞാൻ മെനക്കെട്ടിട്ടില്ല, എല്ലാം ഡാഡിയാണ് മേടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതും ഒരു കളറിൻ്റെ സാധനം കേട്ടോ, മറ്റേ എല്ലാ ടൈപ്പ് കളേഴ്സും ഉള്ള ഒരു ബോക്സാണ്. അപ്പം ഞാനിത് പിന്നെ പൊട്ടിക്കുന്നുണ്ട് വീഡിയോയിൽ, അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വീട്ടിൽ നിന്ന് വന്ന പെട്ടി. ഞാൻ ഭയങ്കര സന്തോഷവതിയായി. അപ്പോൾ ഒരു കെട്ട് സാധനങ്ങൾ, വീട് മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണ്. പിന്നെ ഈ കാണുന്ന ബോക്സിൽ ഇത് സാത്വിക് എന്ന് പറഞ്ഞ അവൻ്റെ പേര് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക്. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേ അവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയത് തിരിച്ച് പെട്ടിയിൽ കൊടുത്തു വിട്ടതാട്ടോ. പുതിയ കിട്ടിയ കാറും ഓൾറെഡി ഉള്ള കാറും ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ച് അവൻ കളിക്കുകയാണ്. അവൻ ഭയങ്കര ഹാപ്പിയായി, ഞാനും.
പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഇതൊക്കെ ഇനി മാറ്റി വെക്കണം. അവനെ എഴുത്തിന് ഇരുത്തിയിട്ട് വേണം, ഇപ്രാവശ്യം അവനെ അങ്ങനെ പ്ലേ ഗ്രൂപ്പല്ലേ, എഴുതാനൊന്നുമില്ല. അപ്പോൾ എഴുത്തിന് ഇരുത്തിയിട്ട് വേണം അടുത്ത വർഷം തൊട്ടേ ഇതൊക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതുവരെ ഇത് നിൽക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിത് അലമാരയിൽ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതൊന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ കളറും സ്കെച്ച് പെന്നും കളർ പെൻസിൽസും ക്രയോൺസും നാല് ടൈപ്പ് ഓഫ് കളേഴ്സ് ഒരുമിച്ച് വരുന്നൊരു ബോക്സാണ്. ശരിക്കും നല്ലതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഒരുമിച്ച് കിട്ടുമല്ലോ. പക്ഷേ എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നി, ഇതിൻ്റെ പാക്കേജിങ്ങിന് വലിയ ക്വാളിറ്റി ഇല്ല. അപ്പോൾ ഇത് പിള്ളേരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചീത്തയാവും. അത് ഒഴിച്ച് കഴിഞ്ഞാൽ കളറ് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് വന്നപ്പോഴത്തേക്കും 11 മണി കഴിഞ്ഞു. 12 മണിയായപ്പം സാത്തുനും ചെറുനാട്ടോ ഞാൻ ഹസ്ബൻഡിനെ വിളിക്കുന്നത്. അപ്പോൾ ചെറുനും മറ്റേ സ്കൂളിൽ പോകണം. ഫാദേഴ്സ് ഡേ സെലിബ്രേഷനാണ്. ഫാദേഴ്സ് ഡേ കഴിഞ്ഞിട്ട് 2 വീക്സ് ആയെന്ന് എനിക്കറിയാം. പക്ഷേ അവരുടെ സ്കൂളിൽ ആ സമയത്ത് എനിക്കൊന്ന് പല കുട്ടികളുടെ ഫാദേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അവൈലബിലിറ്റി നോക്കി ഈ ആഴ്ചയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരത് പോയിട്ട് 1 മണിയാകുമ്പോൾ വരും. അപ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് സെറ്റാക്കണ്ടേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പൊന്നിരി ചോറ് കുക്കറിൽ വെച്ചു. പിന്നെ പച്ചക്കറി അരിയാനൊന്നും വയ്യ. പിന്നെ ചെറുപയറാണെങ്കിൽ ചെറുവിന് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയറുണ്ടെങ്കിൽ പിന്നെ തോരൻ മാത്രം കഴിച്ചോളൂ, ചോറ് വേണമെന്ന് പോലും നിർബന്ധമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിന് കുതിർക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഉപ്പിട്ട് അങ്ങ് കുക്കറിൽ വേവിക്കാമെന്ന് വെച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മെയിൻ ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്തുവിനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണോ. അയ്യോ ഭയങ്കര പാടാണ് കേട്ടോ. ആളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ഡ്രസ്സ് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഊരാൻ പാടാണ്. ഒരു ചടങ്ങാണ് അതൊക്കെ. അപ്പോൾ 2 പേർക്കും മാച്ചിങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ഉടുപ്പ് ഞാനിങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് ഇടിപ്പിക്കാൻ കുറേ ഞങ്ങൾ കഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഇടിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വേറൊരു കൊറിയർ വന്നു. ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഞാൻ പറഞ്ഞാൽ ഈ വീട്ടിൽ കൊറിയർ വന്നു. അതിൽ എക്സൈറ്റഡ് ആവുന്ന 2 പേരിൽ ഒരാൾ ഞാനാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്, മറ്റേയാളുടെ കയ്യിലാണ് പെട്ടിയുള്ളത്. അപ്പോൾ ഞങ്ങൾ കിച്ചണിൽ പോയിട്ടാണ് പൊട്ടിക്കുന്നത്, കാരണം അവിടെ സിസേഴ്സ് ഉള്ളത്. ഇപ്പോൾ കുക്കറിൻ്റെ സൗണ്ട് കേട്ടിട്ട് പേടിച്ചോടി പോകുന്നത് കേട്ടോ. അങ്ങനെ എപ്പോഴും പേടിക്കത്തൊന്നുമില്ല. ഇതിപ്പോൾ ഇന്നെന്തോറ്റോ എന്തായാലും പോയി. അപ്പോൾ ഇത് നമ്മുടെ ബ്ലിസ്സിൻ്റെ നാച്ചുറൽ പാച്ചാണ്. ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ സാധനമാണിത്. അപ്പം ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞ കണക്ക് അവനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അണിഞ്ഞൊരുക്കി ഒരു പരുവായി ഞങ്ങൾ 2 പേരും. ഭയങ്കര വാശിയായിരുന്നു. എന്തായാലും അവസാനം ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് ഈ കോലത്തിലാക്കി ഞാൻ സ്കൂളിൽ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അവർ പോകുമ്പോഴത്തേക്കും തന്നെ എൻ്റെ ലഞ്ച് റെഡിയായി കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറായിട്ടുണ്ടായിരുന്നു, നമ്മുടെ സാമ്പാറുണ്ട്, ചെറുപയർ തോരനാക്കി വെച്ചു, പിന്നെ കുറച്ച് കോവയ്ക്ക തോരനും രസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ സാറ്റർഡേ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.